നമ്മൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന സതീശൻ പാച്ചേനിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ജില്ലയിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിനു ശേഷം ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ആ ആവശ്യം വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് 23-ാം തീയതിയാണ് വീടിന്റെ പണി നമ്മൾ തുടങ്ങിയത്. ഫെബ്രുവരി മാസം 14-ാം തീയതി നമുക്ക് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 2900-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഈ വീടിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സതീശന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫോട്ടോയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ മൊമെന്റോയും, അദ്ദേഹത്തിന് കിട്ടിയ പുസ്തകങ്ങളും എല്ലാം വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എല്ലാം കൊണ്ടും മനോഹരമായി എല്ലാ സംവിധാനങ്ങളും കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വീടാണ് ഇത്. വീടിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. ഈ മാസം 14-ാം തീയതി രാവിലെ 9:30 മണിക്ക് ബഹുമാനായ KPCC പ്രസിഡന്റാണ് സതീശൻ പാച്ചേനിന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറിക്കൊണ്ട് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെ സന്തോഷകരം നൽകുന്ന ഒരു നിമിഷമാണത്. അതിലേക്ക് ഇതിന്റുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാർ, അതുപോലെ തന്നെ സർവീസ് സംഘടനകൾ, അതുപോലെ തന്നെ പോഷക സംഘടനകൾ, അതുപോലെ തന്നെ പ്രവാസി സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാമ്പത്തിക സഹായവും അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വീട് ഇത്ര പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ നമുക്ക് തീർക്കുവാൻ വേണ്ടി സാധിച്ചത്. അതിനെ സഹായിച്ച എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന സതീശൻ
പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഇവിടെ സൗകര്യക്കുറവുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹപ്രവർത്തകർ, ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ആ മീഡിയാസിന് ഒന്ന് കവർ ചെയ്യാൻ, അവർക്ക് പരിപാടികൾ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളതിന് സൗകര്യമൊരുക്കി കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇവിടെ ഈ വീട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 മാസക്കാലത്തോളം കഠിനമായി അധ്വാനിച്ച, അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള രജിത്ത് നാറാത്തിനെ ക്ഷണിച്ചു. നമുക്ക് 1 മിനിറ്റ് എഴുന്നേറ്റിരുന്ന് മൗന പ്രവർത്തനം. പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ബഹുമാന്യായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അവർകൾ, മറ്റ് വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, ഏറെ ധന്യമായ ഒരു ചടങ്ങിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെങ്കതിരോൻ അസ്തമിക്കുമ്പോൾ പയ്യാമ്പലത്തെ തിരമാലകൾക്കിടയിൽ തീനാളങ്ങൾ ഏറ്റുവാങ്ങി ആവിയായിപ്പോയ നമ്മുടെ എല്ലാം പ്രിയങ്കരനും അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സതീശൻ പാച്ചേനിക്ക് ഒരു സ്വപ്ന ഭവനം ഒരുക്കുക എന്നുള്ളത് അന്നവിടെ പ്രഖ്യാപിച്ചത് ആരാധ്യനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ശ്രീ സതീശൻ പാച്ചേനിയെ സ്നേഹിക്കുന്ന, ജനാധിപത്യ ചേരിയെ സ്നേഹിക്കുന്ന കണ്ണൂരിലെയും കേരളത്തിലെയും പ്രവാസ ലോകത്തെയും മുഴുവൻ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മാർച്ച് മാസം 2023 ആരംഭിച്ച് 10 മാസമാകുമ്പോഴത്തേക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ഏറെ ചാരിതാർത്ഥ്യം നമുക്കെല്ലാവർക്കും. പാതി വഴിയിൽ നിന്ന് പോയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം DCCയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തപ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി അത് പൂർത്തിയാക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിൽ പങ്കെടുത്തവരും പങ്കാളികളായവരാണ് നമ്മൾ ഓരോരുത്തരും. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പാതി വഴിയിൽ നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന കണ്ണൂരിൽ അദ്ദേഹത്തിന് വേണ്ടി തിരിച്ച് കോൺഗ്രസ് പാർട്ടി നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്ന് ഈ ഭവനം കൈമാറ്റത്തോടുകൂടി നടക്കുന്നത് എന്ന് അഭിമാനബോധത്തോടുകൂടി കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെല്ലാം പറയാൻ സാധിക്കും. ഇത്രയും മനോഹരമായൊരു വീട്, 2900 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ളൊരു വീട്, ഞങ്ങളതിന് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്, ഞങ്ങളതിന് കിണർ കുഴിച്ചിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, കിണർ പൂർത്തീകരിക്കാൻ അല്പം കൂടി നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മേടമാസം അവസാനമാകുമ്പോഴത്തേക്കും മാത്രമേ ജലാശയത്തിന്റെ കണക്ക് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവൃത്തി മാത്രം അല്പം ബാക്കിയായി പോയത്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്രയും പെട്ടെന്ന് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്തുപിടിക്കാൻ ഒരു ഘട്ടത്തിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും കണ്ണൂർ ജില്ലയിൽ ആശ്രയമില്ലാതെ ഉടലേണ്ടി വരില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഈ ഭവനം
അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സമർപ്പിക്കുക വഴി നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന ഏറ്റവും വലിയ വികാരവും ഏറ്റവും വലിയ ഉത്തേജനവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിരാശപ്പെട്ട് വേർപാടിന്റെ സങ്കടക്കടലിൽ നീന്തുമ്പോഴാണ് KPCCയുടെ അധ്യക്ഷൻ പയ്യാമ്പലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നമ്മൾ ഇന്ന് പൂർത്തിയാക്കുമ്പോൾ അതിന്റെ താക്കോൽദാനം നടത്താൻ നമ്മുടെ എല്ലാം സാക്ഷി നിർത്തി കുടുംബത്തെ ഈ വീട് ഏൽപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസാന വാക്ക് പ്രിയപ്പെട്ട K. സുധാകരനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എത്ര പറഞ്ഞാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം KPCCയുടെ അധ്യക്ഷൻ പ്രവർത്തനം നടക്കുമ്പോൾ ഇത് നിരീക്ഷിക്കാനും വിലയിരുത്താനും ഇവിടെ വന്നിട്ടുണ്ട്. KPCCയുടെ മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, VT ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും അടിത്തറ മുതൽ ഇതിന്റെ പൂർത്തീകരണം വരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഈ വീടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്റെ സമയവും തന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പൂർണ്ണമായും വിനിയോഗിക്കുക എന്നുള്ളത് DCCയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ സതീശൻ പാച്ചേനി ആ DCC ഓഫീസിന്റെ നിർമ്മാണത്തിന് ഏത് തരത്തിലാണോ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെട്ടത്, അതേ തുകയിൽ അതേ കണക്കിൽ ഈ കെട്ടിടത്തിന്റെ ഈ വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അദ്ദേഹം കാണിച്ച ഇടപെടലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിൽ, ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഔപചാരികരുടെ പേരിൽ മാത്രം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സതീശൻ പാച്ചേനിയുടെ പ്രിയപ്പെട്ട പ്രിയതമയും മക്കളും കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സ്നേഹസമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ K. ജയന്ത്, പ്രിയപ്പെട്ട PM നിയാസ്, രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ജില്ലാ UDFന്റെ ചെയർമാനും സതീശേട്ടന്റെ ഒരു അടുത്ത സുഹൃത്തുമായ ശ്രീ PT മാത്യു അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. AICCയുടെ മെമ്പർ പ്രിയപ്പെട്ട VA നാരായണൻ അവർകൾ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ MLAമാരായ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ AD മുസ്തഫ സർ, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ മേയർ, കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയർ പ്രിയപ്പെട്ട ശ്രീ TO മോഹനൻ, ശ്രീ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര, പ്രിയപ്പെട്ട M. നാരായണൻകുട്ടി, ശ്രീ സജീവ് മാറോളി, കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ ഹക്കീം കുന്നീൻ, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി സഹദുള്ള, CMPയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രിയപ്പെട്ട ശ്രീ CA അജീർ, ശ്രീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PK സരസ്വതി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ P. സജീവൻ, അവരൊക്കെ ഈ പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലും ഇടപെട്ടു എന്നുള്ളതുകൊണ്ടാണ് അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി രമാനന്ദ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജിൽ, ശ്രീ മുഹമ്മദ് ബ്ലാത്തൂർ, ശ്രീ NP ഉണ്ണികൃഷ്ണൻ, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ രാജീവൻ എളയാവൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും മനസ്സിൽ തട്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഏറെ ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ PM നിയാസ്, ശ്രീ K. ജയന്ത്, AICC മെമ്പർ ശ്രീ VA നാരായണൻ, UDFന്റെ ജില്ലാ ചെയർമാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ PT മാത്യു, മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സഹദുള്ള, CMPയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ CA അജീർ, മുൻ മേയർ
ഏറെ സതീശൻ പാച്ചേനിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നിട്ടുള്ള ശ്രീ ടി ഒ മോഹനൻ, ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സരസ്വതി, മുൻ MLA ഏറെ പ്രിയങ്കരനായ AD മുസ്തഫ സാഹിബ്, അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ ചന്ദ്രൻ തില്ലങ്കേഴി ഉൾപ്പെടെയുള്ള MNസിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ, ശിവശങ്കര മാഷെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ സജീവ് മാറോളി, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെയും വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ, KSUവിന്റെ ഷമാസും ഫർഹാൻ മുണ്ടേരിയും അതുൾപ്പെടെയുള്ള KSU നേതാക്കന്മാർ, ജില്ലാ KPCC മെമ്പർമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സജീവൻ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. സതീശൻ പാച്ചേനിയുടെ പ്രിയതമ റീന KVയും അതുപോലെ തന്നെ ഏറെ അദ്ദേഹത്തിന്റെ മകൻ പ്രിയപ്പെട്ട ജവഹറും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സതീശന്റെ ഇളയച്ചൻ ലക്ഷ്മണൻ ഉൾപ്പെടെ മറ്റ് സുരേഷ് ഉൾപ്പെടെയുള്ള സഹോദരൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ളവരെ, ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ, ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസമായി ഏറെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നു. അവർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് നല്ലവരായ നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പയ്യാമ്പലത്ത് KSSBയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമുണ്ട്. അവരെ എടുത്തു പറയേണ്ടതാണ്. ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പയ്യാമ്പലത്ത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സതീശൻ പാച്ചേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിനു ശേഷം നമ്മളവിടെ ചേർന്ന അനുശോചന യോഗത്തിലാണ് KPCCയുടെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി. വീട് ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന സതീശൻ പാച്ചേനിക്ക് ഒരു വീട് വെച്ച് നൽകണം എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് KPC പ്രസിഡന്റ് വിളിച്ച് സംസാരിക്കുകയും അത് ഏത് രീതിയിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചന നടത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് എടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള എന്ത് പ്രവർത്തനത്തിനും നിങ്ങൾ മുൻപിൽ നിൽക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും ഒരു നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, മാർച്ച് 23-ാം തീയതിയാണ് നമ്മൾ ഈ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇപ്പോൾ നമുക്ക് 10 മാസം കൊണ്ട് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ജില്ലയിലെ കോൺഗ്രസിന്റെ സാധാ പ്രവർത്തകർ മുതൽ നേതാക്കന്മാർക്ക് വരെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുക എന്നുള്ളത് നമുക്കറിയാം, കണ്ണൂർ ജില്ല പോലെ ഒരു ജില്ലയിൽ സാമ്പത്തികപരമായി അത് സമാഹരിക്കാൻ വലിയ പ്രയാസമുണ്ട്. പക്ഷേ സാധാരണ പ്രവർത്തകർ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവരാ പണം സമാഹരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളത് സതീശൻ പാച്ചേനെ എത്രമാത്രം അവര് സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഓഫീസിന്റെ നിർമ്മാണം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ ഒരു ത്യാഗമാണ് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ രജിത്ത് സൂചിപ്പിച്ചു, വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്.
നമ്മുടെ കെ സുരേന്ദ്രേട്ടൻ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. ഇടയ്ക്ക് വെച്ച് അത് നിലച്ച സാഹചര്യം വന്നപ്പോഴാണ് സതീശൻ പാച്ചേനെ DCC പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹം അത് തുടർന്ന് നടത്തണം, ബിൽഡിംഗ് പെട്ടെന്ന് എടുത്തു തീർക്കണം, അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്, പാർട്ടിയുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് നമ്മൾ പണം സമാഹരിക്കാൻ വേണ്ടി തുടങ്ങി. വീണ്ടും നമുക്കറിയാം, അത് ഒരു ഘട്ടം വന്നപ്പോൾ വീണ്ടും നമുക്ക് പ്രയാസം വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട് വിറ്റ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട് വിറ്റിരുന്നു എന്ന് നമുക്കറിയാം. ആ വീട് വിറ്റതിന്റെ കുറച്ച് പണം ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുമായി സംസാരിച്ചു. ഏതൊക്കെയായാലും ബാങ്കിൽ പണമുണ്ട്, ആ പണം എടുത്തുകൊണ്ട് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാം, നമ്മൾ പിരിക്കുമ്പോൾ ആ പണം നമുക്ക് തിരിച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് അങ്ങനെ ആ രീതിയിൽ വീട് പണി ആഫീസിന്റെ പണി പൂർത്തീകരിക്കുകയാണുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഈ വീട് വെക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളുമായി വന്നപ്പോഴാണ് സതീശൻ പാച്ചേന് തന്നെ അദ്ദേഹം ആഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഈ വീട് വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരുന്നത്. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് ചെലവാക്കിയ സാമ്പത്തികം അത് എടുത്തു കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് വേണ്ടുന്നുള്ള സ്ഥലം അദ്ദേഹം എടുത്തത്. ആ സ്ഥലത്ത് തന്നെ നമ്മളിവിടെ വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. ഒരു മനോഹരമായ ഒരു വീട് ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ താമസിക്കുവാൻ വേണ്ടി അനുയോജ്യമായ ഒരു വീട് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ 14 സെന്റ് സ്ഥലത്ത് അദ്ദേഹത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ 14 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ വീട് ഇവിടെ വെച്ചിരിക്കുന്നത്. 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സതീശന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി സതീശന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന് കിട്ടി. നമുക്കറിയാം, സതീശൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മൊമെന്റോ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിനുമായി ഒരു മുറി തന്നെ അദ്ദേഹത്തിന്റെ സതീശന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു മുറി തന്നെ അവിടെ നമ്മൾ വിഭാവന ചെയ്യുകയും അത് കൃത്യമായി അവിടെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏകദേശം 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്നുപോയ നേതാക്കന്മാരൊക്കെ, ഇവിടെ KPCC പ്രസിഡന്റ് ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ തവണയും ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വന്നുപോയ മറ്റ് നേതാക്കന്മാരെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു അവർ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പങ്കുവച്ചത് എന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും നിങ്ങളെല്ലാവരുടെയും അതിനകത്ത് സാധാ പാർട്ടിയുടെ സ്നേഹിക്കുന്ന സാധാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ടത് KSSBയെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഫണ്ട് വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആശങ്ക സ്വാഭാവികമാണ് ഇതിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക്. അപ്പോൾ KSSB എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളൊരു 15 ലക്ഷം രൂപ ഞങ്ങളുടെ വകയെ തരും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആലോചിച്ചു, ആദ്യഘട്ട പരിപാടികൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ 15 ലക്ഷത്തിന് പകരമായി അവർ തന്നത് 17,45,400 രൂപയാണ് അവർ നമുക്ക് തന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഭാരവാഹികളെ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അതിന്റെ ഭാരവാഹികളെ ഞാൻ നന്ദിയോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് നമുക്കറിയാം പ്രവാസ ലോകത്തുള്ളവർ അത്യാവശ്യം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സർവീസ് സംഘടനകൾ എല്ലാവരും തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ സഹായമുണ്ട്. എല്ലാ രംഗത്തുമുള്ളവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ സതീശനോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുകൂടി ഞാനിവിടെ സ്മരിക്കുകയാണ്. നമ്മളിത് സംസാരിച്ചു വരുമ്പോൾ ചില ഒരുപക്ഷെ കാര്യമായി പറയേണ്ടവരെ ഒരുപക്ഷെ വിട്ടുപോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കതിനകത്ത് ഒരു സംശയമില്ല, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ വിട്ടുപോയിട്ടുള്ളവരെല്ലാം
അവരെല്ലാം ഞാനിവിടെ നന്ദിയോടുകൂടി സ്മരിക്കുന്നത്, നന്ദിയോടുകൂടി ഓർക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനായ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്നെ നിരന്തരമായി സത്യം പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ആ പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഏറെ ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ MP അവറുകളെ ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മ താക്കോൽ കൈമാറുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ളവരെ, ഇതിന്റെ നേതൃത്വം വഹിച്ചിരിക്കുന്നത് ഇതിന്റെ കോൺട്രാക്ട് വർക്ക് എല്ലാം നടത്തിയിരിക്കുന്നത് രജിത്താണ്. ഞാൻ ഇടുന്നത് കാണണ്ട അല്ല എനിക്കിടാ ഇവിടെ നമ്മൾ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് ഇത്. ഡെമ്മി ഇതെന്താ പറയുന്നത്? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ താക്കോല് DCC പ്രസിഡന്റ് ഏൽപ്പിച്ചു. പ്രിയങ്കരനായ DCCയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ, വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കോൺഗ്രസ് നേതാക്കളെ. ഇവിടെ ഇന്ന് ഈ ഭവനം ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സതീശൻ പാച്ചേനിയുടെ ധർമ്മപത്നി റീന, മകൻ ജവഹർ, വേദിയിലെ മറ്റു നേതാക്കൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു വലിയ ആത്മസംഘർഷം ഇന്നിവിടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. ഈ ഭവനം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു തീരുമാനം പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയെടുത്ത തീരുമാനമല്ല. സത്യത്തിൽ അന്ന് സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ആലോചിച്ച് 2-3 ആളുകൾ എടുത്ത തീരുമാനമാണ് സതീശന്റെ കുടുംബത്തിന് ഒരു ഭവനം കൊടുക്കണമെന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിച്ചതിന് ശേഷമാണ് ഞാൻ എഴുന്നേറ്റ് പോയി അത് സെപ്പറേറ്റായിട്ട് പ്രഖ്യാപനം നടത്തുന്നത്. അത് ഇന്ന് മനസ്സിന് ഏറ്റവും കുളിർമയും സംതൃപ്തിയും പകരുന്ന ഒരു ചടങ്ങായി മാറിയതിലുള്ള സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാനൊരു കൊച്ചു സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സതീശൻ. ആരെന്തൊക്കെ വിവക്ഷ അതിന് നൽകിയാലും മനസ്സിനുള്ളിൽ ജീവിക്കുന്ന ഒരു സതീശനും ആ മനസ്സിൽ ജീവിച്ച ഒരു സുധാകരനുമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് എല്ലാം അർപ്പിച്ച് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ. CPM കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് എല്ലാ ഭീഷണികളും അതിജീവിച്ച് കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കിയ സതീശന്റെ ഒരു സാന്നിധ്യം കോൺഗ്രസിന് തന്നെ ഒരു അഭിമാനമായിരുന്നു. അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഞാൻ ആദ്യമായി തളിപ്പറമ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ തന്നെയാണ്. തുടക്കം അവിടെയായിരുന്നു. പക്ഷേ നിർഭാഗ്യം
സതീശൻ്റെ ഒരു കൂട്ടുമിത്രമാണ്. എവിടെയെല്ലാം അദ്ദേഹം മത്സരിച്ചോ എന്തോ എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിന്റ് പറയാനില്ല, പ്രചരണ രംഗത്തിന് പോരായ്മയില്ല. പക്ഷേ ലക്ഷ്യം കാണാൻ സാധിക്കാത്ത വിധം എനിക്ക് ആ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. നിസ്സാര വോട്ടിനാണ് പാലക്കാട് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ കണ്ണൂരിൽ നിന്ന് ഞാൻ ഉദുമയിലേക്ക് പോയത് സതീശനെ എങ്ങനെയെങ്കിലും ഒരു MLA ആക്കി കാണണം എന്നതുകൊണ്ടാണ്. 28,000 വോട്ടിന് ജയിച്ച കണ്ണൂർ അസംബ്ലി മാറി സതീശനെ ഏൽപ്പിച്ചാണ് ഞാൻ കാസർഗോഡ് പോയത്. കാസർഗോഡ് എനിക്കും ജയിക്കാൻ പറ്റിയില്ല, ഇവിടെ സതീശനും ജയിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു അഭിശാപം പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. പക്ഷേ പ്രവർത്തനം കൊണ്ട് ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ സതീശന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ തെളിവാണ് ഈ സദസ്സും ഇന്ന് കൈമാറ്റം ചെയ്യുന്ന ഭവനവും എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ പ്രഖ്യാപിച്ചു, ശരിയാണ്. പക്ഷേ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ സാമ്പത്തികമായ സംഭരണമുണ്ടാക്കിയത് പാർട്ടിയെ അദ്ദേഹം സ്നേഹിക്കുന്ന പാർട്ടിക്കാരാണ്, പാർട്ടി പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. എല്ലാ ആളുകളും ഒറ്റ മനസ്സോടെ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നതാണ്. ഞാനതിന് നന്ദി പറയേണ്ടുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാർട്ടിനോടാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രജിത് നാറാത്തോടാണ്. ഞാൻ കാണുമ്പോൾ ഒക്കെ ചൂടാക്കും. അപ്പം പറയും തീരാൻ പോന്നു എന്ന് പറയും. ഞാൻ അവസാനം ചോദിച്ചൊരു വാക്കുണ്ട്, ഒട്ടുക്കത്തെ തീർന്നിട്ടില്ലേ എന്ന്. അപ്പോൾ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നിത് കൈമാറ്റം ചെയ്യുന്നത് ഏറെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയാണ്. റീന, അദർശ്, ജവഹർ 2 ആളോടും ഞാൻ പറഞ്ഞു, മകളുടെ വന്നിട്ടില്ല, പരീക്ഷയാണ്. സാനിയ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈയൊരു ഭവനത്തിലെ ജീവിതം ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം, നിങ്ങൾക്ക് ജനമനസ്സ് നിങ്ങളുടെ പിന്തുണയുണ്ട്. കോൺഗ്രസിന്റെ ജനമനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്, എന്നും എവിടെയും എപ്പോഴും. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തും. ഒരു കുടുംബം പോലെ നിങ്ങളെ കാണാൻ, ഒരു കുടുംബം പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, ഒരു കുടുംബം പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം നല്ല മനസ്സേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ, സംതൃപ്തിയേ ഉള്ളൂ. എന്ത് പ്രശ്നവും പ്രയാസവും വരുമ്പോൾ സമീപിക്കാൻ ജീവനോടെയുള്ള കാലം വരെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വാക്ക് നൽകിക്കൊണ്ട്, നല്ല ഭവനം ഞാൻ കണ്ടു, നല്ല സുന്ദരം കെട്ടിടം. ഞാൻ അടുത്തൊന്നും ഇങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ ലക്ഷണമൊത്ത ഒരു ഭവനം അങ്ങനെയൊന്നുണ്ട്. ഒരു വീട് കാണുമ്പോൾ അതിന് ലക്ഷണമൊത്തു ഒന്ന് ഫീൽ ചെയ്യണം. ഒരു ലക്ഷണമൊത്ത വീടായിട്ടാണ് എനിക്കിത് തോന്നിയത്. വളരെ മനോഹരമായി നമ്മളെ രജിത് നാറാത്ത് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ DCC പ്രസിഡന്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല ആർക്കിടെക്റ്റാണ്, നല്ല മനോഹരമായ വീടാണ്. ആ മനോഹരമായ വീട് റീന ഇന്ന് നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കുന്നു. ഏറ്റെടുത്ത് സുഖമായി മനസ്സമാധാനത്തോടെ മക്കളോടൊപ്പം ജീവിക്കാനുള്ള ഈ സാഹചര്യം ഉപയോഗിക്കണം. ഞങ്ങൾ എന്നും ഒരു കുടുംബാംഗം പോലെ എന്ത് വന്നാലും എവിടെ വന്നാലും ഏത് പ്രശ്നം വന്നാലും നിങ്ങളെ സഹായിക്കാൻ ഒരു കുടുംബാംഗം പോലെ ഞങ്ങൾ എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഔപചാരികമായി ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം ചെയ്യുന്നു. നമ്മൾ ഈ ചടങ്ങ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. നമ്മുടെ ഏറെ പ്രിയങ്കര മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സഹദുള്ള 2 വാക്ക് ആശംസ അർപ്പിക്കും. അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, ഈ ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ച ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ അവർകൾ, സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ധീരമായും സംശുദ്ധമായും നേതൃത്വം കൊടുത്ത സതീശൻ പാച്ചേനിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സദസ്സിന് ആ കുടുംബത്തിന് സന്തോഷകരമായ ഒരു നല്ല ഭവനം നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മളിവിടെ ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി
കോൺട്രാക്ട് പണിയെടുത്തുകൊണ്ട് നല്ല നിലയിൽ ഇതിന്റെ പൂർത്തീകരണം നടത്തിയ രജിത്ത് നാറാത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരവ് KPCC പ്രസിഡന്റ് കൈമാറുന്നു. CMBയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ CA അജീർ 2 വാക്ക് സംസാരിക്കും. ബഹുമാന്യനായ DCC പ്രസിഡന്റ്, KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് സതീശൻ പാച്ചേനി എൻ്റെ ആത്മമിത്രമാണ്. ഈ ഭവനം കൈമാറിയാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് CMBയുടെയും പ്രത്യേകിച്ച് സതീശൻ്റെ ആത്മമിത്രം എന്ന നിലയിലും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഏറെ പ്രിയങ്കരായ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്ന ഔദ്യോഗിക ചടങ്ങുണ്ട്. എൻ്റെ വക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇത് ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷെ അതിന് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സജീവനെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ചായ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ചായ കുടിച്ചിട്ട് വേണം പോകാൻ. ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും ആദരണീയനായ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അവർകളെ, അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഈ ചടങ്ങിന് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ നമ്മുടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്ന് താക്കോൽ ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സതീശേട്ടന്റെ പത്നി റീന, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഇടങ്ങനെ തടയില്ല ആടേക്ക് ഇവിടെ വലിയേക്കാൻ കഴിയില്ല. ഇതിലെന്താന്ന് ചോദിച്ചാല് ഒരു മൃഗം നമ്മുടെ ഫോറസ്റ്റിലെത്തി ഇറങ്ങിയാൽ അതിന്റെ ഇന്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന് കിട്ടും. അതിനുള്ള സംവിധാനം അതിനെ ഒതുക്കുകയോ അതല്ലെങ്കിൽ അവനെ സംയപ്പിക്കുകയോ എങ്ങനെയാണോ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക അത് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥർ നിഷ്ക്രിയ നോക്കി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ശാപം. അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മന്ത്രിയാണ്. ഈ മന്ത്രി ഈ കാർഡ് കണ്ടിട്ടില്ല. നമ്മുടെ വനം വകുപ്പ് മന്ത്രി ഈ കാർഡ് കണ്ടിട്ടില്ല. ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നോനാ. ഞാൻ കാണാത്ത ഒരു ഇഞ്ച് വനം കേരളത്തിലില്ല. ഒരു ഇഞ്ച് വനം. ഒന്ന് ആശ്വസിപ്പിച്ചോ. എന്ത് മന്ത്രിയാണ്, എന്ത് സർക്കാരാണ്? സർക്കാർ പറയണ്ടേ മന്ത്രിയോട് പോകാൻ, അവരെ ആശ്വസിപ്പിക്കാൻ പറയണ്ടേ? 10 ലക്ഷം ഉലുവ കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിന്. ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേസിനകത്ത് അജീഷിന് 10 ലക്ഷം രൂപ എന്തിനു മതി? 2 മക്കൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കാൻ എത്തുക ഒരു മര്യാദയില്ലേ, മനുഷ്യത്വമില്ലേ? ആ മനുഷ്യത്വം എവിടെയാ കാണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ഫോറസ്റ്റ് മന്ത്രി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണം. അതിന് ഇടതുപക്ഷ നേതൃത്വം മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പാനൂരിലെ പുലിനെ മൈക്കോട് വെച്ചു, അത് ചത്തുപോയി. ഇപ്രാവശ്യം ഇന്നലെ കൊട്ടിയൊരു കടുവേനെ വെടിവെച്ചു, അതും ചത്തുപോയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത കുറവാണ്. അവരതിനെ പിടിക്കാനല്ല ശ്രമിക്കുന്നത്, കൊല്ലാനാണ്. അത് വളരെ കറക്റ്റ്. ഇപ്പം നമുക്ക് അതിനെ വെടിവെച്ച് മയക്കാം, അതിനെ പിടിക്കാം, അതിനെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ റിസ്ക്കാ. ആ റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കൂല. അതാണ് കാര്യം. ഇതൊക്കെ കൊന്നാ തീർന്നില്ലേ പണി? ആ പണിയൊക്കെ തീർത്തു. അത്രയേ ഉള്ളൂ. എളുപ്പ വഴി. അത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പവറാണ്, അവരുടെ കഴിവുകളാണ്. ആ കഴിവുകളെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. മയക്കുവെടിയാണ് വെച്ചതെങ്കിൽ മരിക്കുവോ? അതിനെന്താ മയക്കെന്ന് പറഞ്ഞ പേര്? മയക്കുമരുന്നുള്ള വെടി മരിച്ചാൽ മരിക്കില്ല. അത് അബോധാവസ്ഥയിലേക്കാവുകയും ചെയ്യുള്ളൂ, മരിക്കില്ല. മരിക്കുന്ന വെടി വേറെയാ.